നമസ്കാരം. മാഗ്ന മെന്റർ മലയാളത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഭാഗത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന വിഭാഗം ക്ലാസ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോളിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഭരണനിർവഹണവും നമ്മുടെ സിസ്റ്റംസ് എങ്ങനെയാണെന്നുള്ള ഭരണനിർവഹണ സിസ്റ്റംസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. അത് എഴുതി വെച്ചിരിക്കുന്നത് ഏതിലാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, നമ്മുടെ ഭരണഘടനയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഈ വരുന്ന ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് പോവുക. നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഫസ്റ്റ് പാർട്ട് നമ്മളിത് പഠിക്കുന്നത് പ്രസിഡന്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാവരും നോട്ട്, ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ നോട്ട് ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് ആ ഒരു കാര്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കി പോവുക. നമ്മുടെ നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആണെന്നുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. ശരി, അടുത്ത് നമ്മൾക്ക് ആദ്യത്തെ ഭാഗം പഠിക്കേണ്ടത് ഡെമോക്രസിയാണ്. എന്താണ് ഡെമോക്രസി? നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് ഉള്ളൊരു രാജ്യമാണ്. എന്താണ്? ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിനെ നയിക്കാൻ വേണ്ടുന്നവരെ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതാണ് നമ്മളെ എന്ത് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത്. എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു ബുക്കുണ്ട്, നമ്മുടെ ഭരണഘടന. എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് നമ്മുടെ പവർ, ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ 3 പവർ സെന്ററുകൾ ഉണ്ട് എന്ന്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒന്ന് ലെജിസ്ലേച്ചർ, ഒന്ന് പറയുന്നത് എന്താണ്? ലെജിസ്ലേച്ചർ. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലുള്ള ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം ഉള്ള എല്ലായിടത്തും ഉള്ളതാണ് എന്ത്? ഒരു ലെജിസ്ലേറ്റർ, മറ്റൊരു എക്സിക്യൂട്ടീവ്, മറ്റൊരു ജുഡീഷ്യറി. ഓക്കെ, അങ്ങനെ 3 പവർ സെന്ററുകളാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. എന്താണ് ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള നിയമങ്ങൾ ചേഞ്ച് വരുത്താനുമുള്ള അധികാരം. അതിനെയാണ് എന്ത് പറയുന്നത്? ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ശരി, ഇനി എക്സിക്യൂട്ടീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ഭരണ സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെജിസ്ലേറ്റർ ഉണ്ട്, എക്സിക്യൂട്ടീവ്. ലെജിസ്ലേറ്റർ നിയമങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള നിയമങ്ങൾ ചേഞ്ച് വരുത്താനുമാണ്. എക്സിക്യൂട്ടീവ് ആ നിയമങ്ങൾ നടപ്പിലാക്കാനാണ്. ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മുടെ ഭരണഘടന അനുസരിച്ചാണോ? അതുപോലെ എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചാണോ? ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം പ്രോപ്പറായിട്ടാണോ നോക്കുന്നത് എന്ന് പറയുന്ന ആളാണ് ആര്? ജുഡീഷ്യറി എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാമത്തെ ജുഡീഷ്യറി. അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് നമുക്ക് എന്ത് പറയാം? ജുഡീഷ്യറി ഈസ് ബേസിക്കലി എ ലോ റിവ്യൂ ഓർഗനൈസേഷൻ. ലോ റിവ്യൂ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്? ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ 3 പവർ സെന്ററുകൾ ഉണ്ടെന്നും പഠിച്ചു, അതെന്തൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. യൂണിയൻ ഒരു കൂട്ടായ്മ, സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങൾ അനുസരിച്ച് ഇന്ത്യ ഈസ് എ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. എന്താണ്? അതായത് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കില്ല. ഓക്കെ, എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഓക്കെ, സോ അത് വളരെ വളരെ വൈറ്റൽ ആയിട്ടൊരു കാര്യമാണ്. ഇന്ത്യ ഈസ് എ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനിൽ നിന്ന് സ്റ്റേറ്റുകൾ പിരിഞ്ഞു പോകാൻ പറ്റില്ല. മറ്റേ സ്റ്റേറ്റുകളിൽ ചേഞ്ച് വരുത്താനും പേര് മാറ്റാനും പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും നിലവിലുള്ള സ്റ്റേറ്റിനെ ബൈഫ്യൂരിക്കേറ്റിംഗ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? യൂണിയൻ ഗവൺമെന്റിനുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ പറയുന്ന ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് അത് 2-3 തലങ്ങളിലായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് അല്ലെ. ഏറ്റവും മുകളിൽ, ഏറ്റവും ടോപ്പിൽ ആരുണ്ട്? യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. യൂണിയൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും സിസ്റ്റംസ് യൂണിയനിലുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നിയമവാഴ്ച നടപ്പിലാക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു ശരിയായ ഒരു സ്റ്റേറ്റ് വരേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഓരോ ആർട്ടിക്കിളുകളിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യ ആർട്ടിക്കിൾ 1 പറയുന്നു വാട്ട് ഈസ് ഇന്ത്യ? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്.
എന്ന് പറയുന്നതാണ് എന്ത് ആർട്ടിക്കിൾ 1 പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ ആളുകളും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഇവരെ എല്ലാം ഓരോ ആർട്ടിക്കിളിൽ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ആർട്ടിക്കിളുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 395 ആർട്ടിക്കിൾ വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ട്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. പക്ഷേ ഈ ആർട്ടിക്കിളുകളെ എല്ലാം ഈ ഓരോ ഭാഗമായി ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാർട്ടുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? പാർട്ടുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ യൂണിയൻ എന്ന് പറയുന്ന സെൻട്രൽ ഹെഡിന്റെ അതിന്റെ കീഴിലുള്ള ഈ ലോ മേക്കിംഗ് പ്രോസസ് ആയിട്ടുള്ളതും എക്സിക്യൂട്ടീവ് പ്രോസസ് ആയിട്ടും ജുഡീഷ്യറി ആയിട്ടുള്ള സാധനങ്ങളെയും 5ാം ഭാഗത്തിൽ പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏത് പാർട്ടിലാണ്? പാർട്ട് 5. പാർട്ട് 5 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെയാണ്. ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെയാണ് യൂണിയൻ ലെജിസ്ലേച്ചറും യൂണിയൻ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ പറയുന്ന ആർട്ടിക്കിളിൽ പാർട്ട് 5 എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ചാപ്റ്റർ 1 എന്ന് പറയുന്നതാണ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിനകത്താണ് ആരൊക്കെ വരുന്നത്? നമ്മുടെ പ്രസിഡന്റ് വരുന്നത്, വൈസ് പ്രസിഡന്റ് വരുന്നത്, നമ്മുടെ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും വരുന്നത്, പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, അറ്റോർണി ജനറൽ, ദ ചീഫ് ലോ ഓഫീസർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതാണ് അറ്റോർണി ജനറൽ. ഇതൊക്കെ വരുന്നതാണ് പാർട്ട് 5 ചാപ്റ്റർ 1 ആർട്ടിക്കിൾ 52 തൊട്ട് 78 വരെ. അപ്പം ഓർത്തിരിക്കുക, യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഭാഗം 52 തൊട്ട് 78 വരെ. യൂണിയൻ എന്ന് പറയുന്ന പാർട്ട് 5 എവിടെ തൊട്ട് വരെയാണ്? യൂണിയൻ എന്ന് പറയുന്നത് 52 തൊട്ട് 151 വരെയാണ്. ഓക്കെ, 151 വരെയാണ് ഇത് യൂണിയൻ എന്ന് പറയുന്നത് പാർട്ട് 5, അല്ലെങ്കിൽ പാർട്ട് 5 വരുന്നത് 52 തൊട്ട് 151 വരെ. ഓക്കെ, ശരി. ഇനി പാർലമെന്റ്, അതല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലെജിസ്ലേച്ചർ ആണ്. അപ്പൊ ലെജിസ്ലേച്ചർ വരുന്നത് ആർട്ടിക്കിൾ 79 തൊട്ട് 122 വരെ. ഇനി നമ്മുടെ പ്രസിഡന്റിനും നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 123 പറയുന്നത്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് പറയുന്നത് ചാപ്റ്റർ 3യിലാണ്. ചാപ്റ്റർ നമുക്ക് ഓർത്തിരിക്കേണ്ട ആർട്ടിക്കിൾ മാത്രം ഓർത്തിരിക്കുക. 123 1, 2, 3 എന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് 1, 2, 3 എന്ന് പറഞ്ഞാൽ പിടിച്ച ഒരു നിയമം എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. പ്രസിഡന്റ് നിയമം ഉണ്ടാക്കണമെങ്കിൽ 1, 2, 3 എണ്ണുന്ന ഒരു സെക്കൻഡുകൾ കൊണ്ട് പ്രസിഡന്റ് ഒരു നിയമം ഉണ്ടാക്കാം. അങ്ങനെ ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 1, 2, 3 ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ്. 1, 2, 3 എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഒരു നിയമം ഉണ്ടാക്കുക. 1, 2, 3 ഇന്നാ പിടിച്ച ഒരു ലോ എന്ന് നമുക്ക് പ്രസിഡന്റ് പറയാം. അങ്ങനെ നമുക്ക് ഇത് ഓർത്തു വെക്കാം. അതൊരു കോഡായിട്ട് ഓർത്തു വെച്ചോളൂ. ഓക്കെ, ശരി. അടുത്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 തൊട്ട് 147 വരെ ദ യൂണിയൻ ജുഡീഷ്യറി. നമ്മുടെ സുപ്രീം കോർട്ടൊക്കെ വരുന്നതാണ് യൂണിയൻ ജുഡീഷ്യറി. ശരി, അടുത്തത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CNDAG എന്ന് പറയും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 148 തൊട്ട് 151 വരെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉള്ളത്. ഓക്കെ, ശരി. സോ നമ്മുടെ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ അവരൊക്കെയാണ് ആർട്ടിക്കിൾ 52 തൊട്ട് 78 വരെ. പാർലമെന്റ് എന്ന് പറയുന്നത് ദ ലെജിസ്ലേച്ചർ ആണ്, 79 തൊട്ട് 122 വരെ. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ആർട്ടിക്കിൾ 123 ആണ്. യൂണിയൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് 124 ടു 147 ആൻഡ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ 148 തൊട്ട് 151 വരെ. ശരി, നമ്മുടെ ഇവിടെ കോഡ് എന്താ പഠിച്ചേ? ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കേണ്ടത് 1, 2, 3 എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന്, 1, 2, 3 എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഒരു നിയമം കൊണ്ടുവരാം. ഓക്കെ, അതാണ് കോഡായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ശരി, അടുത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചാണ്. ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? എല്ലാവർക്കും അറിയാം, ദ്രൗപദി മുർമു ആണ് നമ്മുടെ പ്രസിഡന്റ്. ആരാണ്? ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്ന് വളരെ താഴെത്തട്ടിൽ നിന്ന് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ മുകളിൽ എത്തുന്ന വ്യക്തി ആരാണ്? ദ്രൗപദി മുർമു, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ശരി, നമുക്ക് പഠിക്കേണ്ടത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 52. There shall be a president who shall be the head of the union executive. യൂണിയൻ ഗവൺമെന്റിന്റെ ഹെഡ് ആയിട്ട് ഒരാളുണ്ട്, അതൊരു പ്രസിഡന്റ്. ആ വ്യക്തിയാണ് നമ്മൾ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് എന്നാണ് ആർട്ടിക്കിൾ 52 പറയുന്നത്. സോ വാട്ട് ഈസ് ആർട്ടിക്കിൾ 52? There shall be a president who shall be the head of union executive. Head of union executive എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 52. ഓക്കെ, ഹെഡ് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ആര്? ദ പ്രസിഡന്റ്. ആൻഡ് അതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52. ശരി, നെക്സ്റ്റ് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 53 എന്താണ്? ആർട്ടിക്കിൾ 53 ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ യൂണിയൻ ഷാൽ വെസ്റ്റ് ഇൻ ദ പ്രസിഡന്റ്. അതായത് ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുകയാണ്. ഓക്കെ, നിയമം അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുകയാണ്. ഇത് നടപ്പിലാക്കാൻ ഗവൺമെന്റിന് ബാധ്യസ്ഥതയുണ്ട്.
പക്ഷേ ഗവൺമെന്റ് ഇത് ആരുടെ പേരിലാണ് നടപ്പിലാക്കുന്നത്? ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 52 പറയുന്നത്, ആർട്ടിക്കിൾ 53 ഇപ്പൊ പറഞ്ഞത്, ആർട്ടിക്കിൾ 52 പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിന് ഒരു ഹെഡ് ഉണ്ട്. ആ ഹെഡ് ആരാണ്? പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നു. ആൻഡ് ഈ പറയുന്ന പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് നടപ്പിലാക്കാനുള്ള അധികാരം കിട്ടുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ 53. രണ്ടേ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഹെഡ് ഓഫ് ദി യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. he or she is the head of India. ഇന്ത്യയുടെ തലവനാണ് ആര്? ദ പ്രസിഡന്റ്. അതാണ് പറയുന്നത് ആർട്ടിക്കിൾ 52. ഇനി ഒരു നിയമം നടപ്പിലാക്കാനുള്ള അധികാരം അത് ആരുടെ കയ്യിലാണുള്ളത്? അത് പ്രസിഡന്റിലാണ് എന്ന് പറയുന്നു ആർട്ടിക്കിൾ 53. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൽ വെസ്റ്റ് വിൻ ദ പ്രസിഡന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 53. ഓക്കെ, നമ്മുടെ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആർട്ടിക്കിൾ 53ന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നു. ആർട്ടിക്കിൾ 53 കൂടെ ഒരു കാര്യം കൂടെ പറയുന്നു, എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൽ വെസ്റ്റ് ഇൻ ദ പ്രസിഡന്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദ പ്രസിഡന്റ് ഇസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ്. നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് ഇതിന്റെ മൂന്നിന്റെയും സുപ്രീം കമാൻഡർ ആണ് ആര്? ദ പ്രസിഡന്റ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൽ വെസ്റ്റ് ഇൻ ദ പ്രസിഡന്റ് ആൻഡ് he or she is the supreme commander of the armed forces. Okay, supreme commander of the armed forces. ശരി, അടുത്ത ആർട്ടിക്കിൾ നോക്കാം. സോ പ്രസിഡന്റ് ദ്രൗപദി മുർമു നമ്മുടെ ആർമി കണ്ടിജന്റിനെ സല്യൂട്ട് സ്വീകരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സുപ്രീം കമാൻഡർ ഓഫ് ആർംഡ് ഫോഴ്സസ് ആണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 53. ശരി, നെക്സ്റ്റ് പ്രസിഡന്റ് ഇസ് ഇലക്ടഡ്. പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. പ്രസിഡന്റ് ഇലക്ഷൻ, പ്രസിഡന്റ് ആരാ ഇലക്ട് ചെയ്യുന്നത്? അതെ, പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ടോറൽ കോളേജാണ്. ആരാണ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത്? ഒരു ഇലക്ടോറൽ കോളേജാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഒരു ഇലക്ടോറൽ കോളേജാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഇലക്ടോറൽ കോളേജ്. അപ്പൊ ഈ ഇലക്ടോറൽ കോളേജിലൊക്കെ ആരൊക്കെ ഉണ്ട്? ഓക്കെ, പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ടോറൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇലക്റ്റഡ് എം പിസും എം എൽ എസും ഉണ്ട്. ആരൊക്കെയാണ്? ഇലക്റ്റഡ് എം പിസും എം എൽ എസും. ഇലക്റ്റഡ് എം പിസും എം എൽ എസും. എം പി എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ ഓഫ് പാർലമെന്റ്. അതിന് ലോക്സഭയാണോ രാജ്യസഭയാണോ? അതെ, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ലോക്സഭയും പെടും രാജ്യസഭയും പെടും. എം എൽ എസ് എന്ന് പറഞ്ഞാൽ ആരാ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള എം എൽ എമാർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ്, അവര് ആണ് ഈ എം എൽ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് ഓൾ സ്റ്റേറ്റ്സിന്റെ കൂടെ യൂണിയൻ ടെറിട്ടറി വരും. എല്ലാ യൂണിയൻ ടെറിട്ടറിയും വരില്ല. 2 യൂണിയൻ ടെറിട്ടറികൾ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഡൽഹിയും മറ്റൊന്ന് പുതുച്ചേരിയും. അപ്പൊ ഡൽഹിയിലെയും പുതുച്ചേരിയും യൂണിയൻ ടെറിട്ടറികളും 28 സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലെയും എം എൽ എസും കൂടെയാണ് ഈ ഇലക്ടോറൽ കോളേജ് കൺസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആരാ ഉള്ളത്? പിന്നുള്ളത് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുള്ള മെമ്പേഴ്സും ആവാം. ശരി, ഓക്കെ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പ്രസിഡന്റിനെ എല്ലാ വർഷവും പ്രസിഡന്റിന് അവരുടെ ടെന്യൂറിൽ രാജ്യസഭയിലോട്ട് ഈ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ നോമിനേറ്റ് ചെയ്യുന്നവർക്ക് പ്രസിഡന്റിയൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിവിടെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നോമിനേറ്റഡ് members don't take part in election of president. ഓക്കെ, അത് നിങ്ങൾ തന്നെ ഓർത്തു വെക്കുക. എന്താണ് അതിന്റെ യുക്തി എന്ന് ഓർത്തു വെക്കുക. ഒരു പ്രസിഡന്റ് കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യുന്നു. അതേ ആളുകൾ ഏതായാലും ആ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം പ്രസിഡൻഷ്യൽ ഇലക്ഷന് ഒരു സന്തുലിതാവസ്ഥ, ഈക്വാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നോമിനേറ്റഡ് മെമ്പേഴ്സിനെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു എങ്ങനെ ഇലക്ട് ആയത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു NDAയുടെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു, അല്ലെ? NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു പ്രസിഡന്റ് ദ്രൗപദി മുർമു. പുള്ളിക്കാരിയുടെ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിംഗ് ആയിരുന്നു. അന്നത്തെ UPയുടെ ഓപ്പോസിഷൻ നിന്നത് യശ്വന്ത് സിൻഹ ആയിരുന്നു. ഓക്കെ,
അങ്ങനെ ദ്രൗപദി മുർമുവിന് കൂടുതൽ വോട്ട് കിട്ടി, ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റായി. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്? പ്രസിഡന്റ് ഇസ് ഇലക്ടഡ് ബൈ ആൻ ഇലക്ടോറൽ കോളേജ്. പ്രസിഡന്റ് ഇസ് ഇലക്ടഡ് ബൈ ആൻ ഇലക്ടോറൽ കോളേജ്. ആരൊക്കെയാണ് ഇലക്ടോറൽ കോളേജിൽ ഉള്ളത്? ഇലക്ടഡ് എം പീസ്. ഇലക്ടഡ് എം പീസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആണ്. അതിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇനി ആരാ ഉള്ളത്? MLAs ഉണ്ട്. MLAs എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലി മെമ്പേഴ്സ് ആണ്. അത് എല്ലാ സ്റ്റേറ്റുകളും ഉണ്ട്. ഓൾ സ്റ്റേറ്റ്സ് പ്ലസ് 2 യൂണിയൻ ടെറിട്ടറികൾ. ഏതൊക്കെയാണ് 2 യൂണിയൻ ടെറിട്ടറികൾ? ഡൽഹിയും പുതുച്ചേരിയും യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലോട്ട് പോവാം. അടുത്തത് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. മാനർ ഓഫ് ഇലക്ഷൻ, മാനർ ഈ 55 കണ്ടില്ലേ? ഓർത്ത് വെക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 55 25 ഈ എന്നും 5N എന്ന് അല്ലെങ്കിൽ N5 എന്ന് ഓർത്ത് വെക്കുക. ഈ NN ഉണ്ട്, ഇവിടെ 55 ഉണ്ട്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ച് നമുക്കിത് പഠിച്ചെടുക്കാം. ശരി, മാനർ ഓഫ് ഇലക്ഷൻ നമ്മളിവിടെ പറഞ്ഞു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇലക്ടോറൽ കോളേജ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് തരത്തിലുള്ള ഇലക്ഷൻ ആണ് വേണ്ടതെന്നുള്ളതാണ് ആർട്ടിക്കിൾ 55 പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ ഒരിക്കലും നമ്മൾ ആളുകൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. സോ ദ പ്രസിഡന്റ് ഇലക്ഷൻ ഈസ് എ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. എന്താണ് അതിന് കാരണം? നാം പറഞ്ഞു ഇലക്ടഡ് MPs-ഉം MLAs-ഉം ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടഡ് MPs MLAs-നെ ആരാ തിരഞ്ഞെടുക്കുന്നത്? അത് ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രസിഡന്റ്, അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പ്രസിഡന്റ് മാനർ ഓഫ് ഇലക്ഷൻ എന്താണ്? ഇറ്റ് ഇസ് എൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഓക്കെ, അങ്ങനെ ചുമ്മാ കുറെ പേരെ അങ്ങ് തിരഞ്ഞെടുക്കുകയാണോ? അല്ല. ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഉണ്ട്. അതായത് ജനത്തിന്റെ സാന്ദ്രതയും അതുപോലെ തന്നെ അവരുടെ നമ്പേഴ്സും അനുസരിച്ചാണ് നമ്മുടെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്നുള്ള മെമ്പേഴ്സ് എലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ by single transferable vote. ഒറ്റ ട്രാൻസ്ഫറബിൾ വോട്ട് കൊണ്ട് ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ചുമ്മാ പോയി ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കോ? ഇല്ല. ഈ പറയുന്ന ഇലക്ഷൻ നടക്കുന്നതും സീക്രട്ട് ബാലറ്റ് മുഖാന്തരമാണ്. ഓക്കെ, അതാണ് നമ്മുടെ മാനർ ഓഫ് ഇലക്ഷൻ പറയുന്നത്. ഓക്കെ, എന്താണ് മാനർ ഓഫ് ഇലക്ഷൻ പറയുന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആണ്, സീക്രട്ട് ബാലറ്റ് മുഖാന്തരമാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാൻഡിഡേറ്റിനെ, സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ദ്രൗപദി മുർമുവും യശ്വന്ത് സിൻഹയും ഉണ്ടായിരുന്നു. അവർക്ക് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അവരുടെ പേര് അവരുടെ പേര് ആ ലിസ്റ്റിൽ വരണമെങ്കിൽ, കാൻഡിഡേറ്റ് ആവണമെങ്കിൽ 50 പേരെ അവർ പ്രപ്പോസ് ചെയ്യുകയും വേണം, 50 പേരെ അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം. Okay, that is for a candidate to appear for the post of presidential election, there must be 50 proposers and 50 seconders. Okay, അതൊരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാൻഡിഡേറ്റ് ആവണമെങ്കിൽ there should be 50 proposers and 50 seconders. Okay, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് നമുക്കൊരു പോയിന്റ് പറയാനുള്ളത് കോട്ടയെ കുറിച്ചാണ്. കോട്ട, ഒരാൾ ഇലക്ഷൻ ജയിക്കുന്നത് എങ്ങനെയാണ്? ഹി ഷുഡ് ബി ഇലക്ടോറൽ കോട്ട ഡീംഡ് ടു ബി ഫിറ്റ് എലക്റ്റഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പ്ലസ് 1 ബൈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പ്ലസ് 1. അതാണ് നമ്മുടെ കോട്ടയുടെ കാൽക്കുലേഷൻ ഫോർമുല. ഓക്കെ, ഇനി അടുത്തത് വാല്യൂ ഓഫ് വോട്ട്സ്. ഒരാൾ, നമുക്കറിയാം നമ്മുടെ ജനങ്ങളാണ് നമ്മളെ MLA-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം MLA-മാരെ വോട്ടിന്റെ വാല്യൂ അത് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ നോക്കാം. വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് MLAs, ഓഫ് ഓൾ MLAs, വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLAs എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്, total population of state divided by number of MLAs into 1/1000.
number of MLAs into 1/1000. അതാണ് വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLAs. ഓക്കെ, ഇനി വാല്യൂ ഓഫ് വോട്ട് ഓഫ് MPs. വാല്യൂ ഓഫ് വോട്ട് ഓഫ് MPs. വാല്യൂ ഓഫ് വോട്ട് ഓഫ് MPs എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് all MLAs. Total value of all MLAs divided by number of MPs. ഇതാണ് നമ്മുടെ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MPs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനർ ഓഫ് ഇലക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്ന് പഠിച്ചു, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് ആണെന്ന് പഠിച്ചു, സീക്രട്ട് ബാലറ്റ് ആണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? ഒരു കാൻഡിഡേറ്റ് അവരുടെ പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ 50 പ്രപ്പോസേഴ്സും 50 സെക്കൻഡേഴ്സും വേണം. 50 പേര് പ്രപ്പോസ് ചെയ്യാൻ വേണം, 50 പേര് സപ്പോർട്ട് ചെയ്യാൻ വേണം. അതാണ് 50 പ്രപ്പോസേഴ്സ് പ്ലസ് 50 സെക്കൻഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു കാൻഡിഡേറ്റ് ഇലക്ട് ചെയ്യപ്പെടണമെങ്കിൽ, പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു കോട്ട, ഇലക്ടോറൽ കോട്ടയുണ്ട്. ഇലക്ടോറൽ കോട്ട എന്ന് പറയുന്നത് ടോട്ടൽ വോട്ട്സ് പ്ലസ് 1 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പ്ലസ് 1. ഇനി വാല്യൂ ഓഫ് വോട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് MLAമാരുടെ എങ്ങനെയാണ്? ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് MLAs ഇൻറ്റു 1/1000. വാല്യൂ ഓഫ് വോട്ട് ഓഫ് MPs എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ MLAs ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് MPs. ഓക്കെ, ശരി. അടുത്ത നമ്മൾ പോകുന്നത് പ്രസിഡന്റിന്റെ ടേമിനെ കുറിച്ച് പഠിക്കാനാണ്. ഓക്കെ, പ്രസിഡൻഷ്യൽ ടേം. ഒരു പ്രസിഡന്റ് എത്ര വർഷത്തേക്കാണ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്? നോർമലി അദ്ദേഹത്തിന് 5 വർഷം 5 years പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് തോന്നുകയാണ് എനിക്ക് റിസൈൻ ചെയ്യണം. റിസൈൻ ചെയ്യുന്ന ആരുടെ അടുത്താണ്? പ്രസിഡന്റ് സബ്മിറ്റ്സ് ഹിസ് റെസിഗ്നേഷൻ ടു വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് ആരുടെ അടുത്താണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റ് ആണ്. സബ്മിറ്റ്സ് റെസിഗ്നേഷൻ ടു വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ റെസിഗ്നേഷൻ വൈസ് പ്രസിഡന്റ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്ത പോയിന്റ്, റീ എലക്ഷൻ. ഒരാൾ 5 വർഷം പ്രസിഡന്റ് ആയിരുന്നു. റീ എലക്ട് ചെയ്യാൻ അധികാരമുണ്ടോ? റീ എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് എനി നമ്പർ ഓഫ് ടൈംസ്. എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് ആയിട്ട് റീ എലക്ട് ചെയ്യാം. എനി നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, മെമ്പർ ക്യാൻ ബി എലക്റ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. സോ ആർട്ടിക്കിൾ 56 പറയുന്നു ടേം ഓഫ് പ്രസിഡന്റ് 5 years ആണ്. 57 എന്ന് പറയുന്നു റീ എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. ശരി, അടുത്തതെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ പ്രസിഡന്റ്. ഒരു പ്രസിഡന്റ് ആവാൻ വേണ്ടി ഒരു കാൻഡിഡേറ്റിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ അതിൽ തന്നെ ഫസ്റ്റ് ആദ്യം തന്നെ അദ്ദേഹം ഒരു ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം. സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് നിങ്ങൾ 58-ൽ 1 എങ്ങനെ വേണം പഠിച്ചു വെക്കാൻ കേട്ടോ. 58-ൽ 1 സിറ്റിസൺ ഓഫ് ഇന്ത്യ. രണ്ടാമത്തത് അറ്റ്ലീസ്റ്റ് 35 വയസ്സ് പ്രായപെടണം. മിനിമം 35 years ഓഫ് ഏജ്. ഓക്കെ, മൂന്നാമത്തത് എന്ന് പറയുന്നത് he should be qualified to be appointed as member of ലോക്സഭ. ലോക്സഭയിലെ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഓക്കെ, he should be qualified to be appointed as the member of ലോക്സഭ. ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ നോക്കിയ എന്താണ്? he should be qualified to be appointed as the member of ലോക്സഭ. ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതാം. he should be qualified to be appointed as member of ലോക്സഭ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറയുന്നത് 58-ൽ 4. he should not hold any office of profit under the government. ഗവൺമെന്റിന് കീഴിൽ ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സാലറി കിട്ടാൻ പാടില്ല. അതാണ് ഷുഡ് നോട്ട് ഹോൾഡ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കീഴിൽ ഒരു സാലറി വാങ്ങിക്കുന്ന വ്യക്തി ആവരുത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ചില വ്യക്തികൾ വൈസ് പ്രസിഡന്റ് എന്ന് പ്രസിഡന്റ് ആവാൻ ഇലക്ഷനിൽ പങ്കെടുക്കാറില്ലേ? അപ്പൊ എന്താ അത് പ്രശ്നം? അതൊരു എക്സെപ്ഷൻ ആണ് കേട്ടോ. അതായത് സിറ്റിംഗ് പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ വീണ്ടും റീ എലക്ട് ചെയ്യാൻ വേണ്ടി, അപ്പോഴും ഗവൺമെന്റിന്റെ കീഴിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പൈസ വാങ്ങിക്കാൻ പാടില്ല.
ഓക്കെ. അദ്ദേഹത്തെ അതുപോലെ തന്നെ ഒരു ഗവർണർ ആയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇലക്ഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹവും ഗവൺമെൻറ് കീഴിൽ പൈസ വാങ്ങിക്കുന്ന ഒരാളാണ്. പക്ഷേ അതൊരു എക്സെപ്ഷൻ ആണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ളവർക്കും പങ്കെടുക്കാം. ഓക്കെ, ശരി. അത് 58 1 2 3 4 പോയിന്റുകൾ. ശരി, ഓക്കെ. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ച് പറയാം. അത് എന്തൊക്കെയാണ്? നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ഈസ് ദ ഹെഡ് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൽ വെസ്റ്റ് വിത്ത് ദ പ്രസിഡന്റ് ആൻഡ് ഹി സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 53. 54 പ്രസിഡന്റ് ഇസ് ഇലക്ടഡ് ബൈ എൻ ഇലക്ടോറൽ കോളേജ് എന്ന് പറയുന്നു. 55 മാനർ ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 55. ടേം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അത് ആർട്ടിക്കിൾ 56 പറയുന്നത്. പ്രസിഡന്റ് ആരുടെ അടുത്താണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റ് അടുത്താണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി പ്രസിഡന്റ് റീ എലക്ഷൻ എത്ര തവണ വേണമെങ്കിലും റീ എലക്ട് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 57. 58 പറയുന്നു ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. മിനിമം 35 വയസ്സ് പ്രായം വേണം. ലോക്സഭയിൽ എലക്ട് ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം. ആൻഡ് ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് കീഴിൽ സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തി ആവരുത്. ശരി, ഓക്കെ. അത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ആർട്ടിക്കിൾസ്. ഇനി അടുത്തത് കണ്ടീഷൻസ് ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഓഫീസിന്റെ കണ്ടീഷൻസ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ. അപ്പോൾ ഒരാൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും ഒരു പാർലമെന്റിന്റെ 2 ഹൗസിലെ ഏതെങ്കിലും ഒരു ഹൗസിന്റെ മെമ്പർ ആവാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മെമ്പർ ആവാൻ പാടില്ല. ഓക്കെ, അതാണ്. അതായത് ഇപ്പോൾ ഒരാൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആ ആൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പാർലമെന്റിന് 2 ഹൗസിലെ മെമ്പർ സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് മെമ്പർ ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മെമ്പർ ആണെങ്കിൽ മെമ്പർ സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത്. രാജിവെച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം പ്രസിഡന്റ് അധികാരം ഏൽക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 59 പറയുന്നത്. ആർട്ടിക്കിൾ 59(1) ആർട്ടിക്കിൾ 59(1) പറയുന്നു, പ്രസിഡന്റ് ഷാൽ not be a member of either houses of parliament and state legislature parliament and state legislature. Okay. ആർട്ടിക്കിൾ 59(1) ഇനി ആർട്ടിക്കിൾ 59(2) ഉണ്ട്. ആർട്ടിക്കിൾ 59(2) അതായത് ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലാവധിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാലറിയും മറ്റ് എമോളിമെന്റ്സും ഡിമിനിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 59(2). എമോളിമെന്റ്സ് and allowances shall not be diminished during his term. Okay, shall not diminish during his term. അപ്പോൾ അദ്ദേഹത്തിന്റെ സാലറിയും എമോളിമെന്റ്സ് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? അതോടെ ഓർത്ത് വെക്കുക. ഇറ്റ് ഇസ് പെയ്ഡ് ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സാലറിയും മറ്റ് അലോവൻസസും കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ടീഷൻസ് ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ 59. പ്രസിഡന്റ് ആവുന്ന വ്യക്തി 2 ഹൗസിന്റെ മെമ്പേഴ്സ് ആവാൻ പാടില്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ മെമ്പർ ആവാൻ പാടില്ല. എമോളിമെന്റ്സും അലവൻസും അദ്ദേഹത്തിന്റെ ടെന്യൂറിന്റെ സമയത്ത് കുറയ്ക്കുവാൻ പാടില്ല, ഡിമിനിഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അലവൻസും എമോളിമെന്റ്സും എവിടെ നിന്നാണ് കൊടുക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 59. ഓക്കെ, ശരി. അടുത്ത പോയിന്റ് പഠിക്കാം. അടുത്തത് ഓത്ത് ഓഫ് ദ പ്രസിഡന്റ്. നമുക്കറിയാം പ്രസിഡന്റ് ഒരു ചുമതല ഏൽക്കുന്നതിന് മുന്നേ ഒരു ഓത്ത് എടുക്കും, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന ആൾ ഡു ഹിയർ ബൈ എന്ന് പറഞ്ഞാണ് ഓത്ത് തുടങ്ങുന്നത്, അല്ലേ? ആ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന ആരാ, അല്ലെങ്കിൽ ഓത്ത് തുടക്കമിട്ട് കൊടുക്കുന്ന ആരാ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. ഓത്ത് ഓഫ് ദ പ്രസിഡന്റ് ഇസ് അഡ്മിനിസ്ട്രേർഡ് ബൈ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ആബ്സെന്റ് ആണെങ്കിൽ സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജ്. ഓക്കെ, സീനിയർ ജഡ്ജ്. ശരി, അതാണ് ഓത്ത് ഓഫ് ദ പ്രസിഡന്റ്. നമുക്ക് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. ശരി, അടുത്തത് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യാം. പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുമ്പോഴാണ്. ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ടേക്സ് പ്ലേസ് ഓൺലി വെൻ പ്രസിഡന്റ് വയലേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ.
പ്രസിഡന്റ് വയലേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറയും. വയലേറ്റ് ചെയ്യുന്ന ഘട്ടങ്ങൾ മാത്രമേ ഇംപീച്ച് ചെയ്യണം. അത് പറയുന്ന ആർട്ടിക്കിൾ 61. സോ ആർട്ടിക്കിൾ 60 എന്ന് പറയുന്ന ഓത്ത് ഓഫ് ദ പ്രസിഡന്റ്. 60 ഓത്ത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇവിടെ 60 പൂജ്യമുണ്ട്, അതുപോലെ ഒരു സാരിക്കുന്ന ഒരു ലെറ്റർ ആണ് O. ഓക്കെ, 60 അങ്ങനെ ഓർത്ത് വെക്കാം. 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ്. 61 I ഫോർ 1 ഫോർ 1ഉം Iയും ഏകദേശം സെയിം ആയിട്ടിരിക്കുന്നു. 61 ഫോർ ഇംപീച്ച്മെന്റ്. ഓക്കെ, 61 ഫോർ ഇംപീച്ച്മെന്റ്. പ്രസിഡന്റ് എപ്പോഴാണ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് തുടങ്ങുന്നത്? പ്രസിഡന്റ് വെൻ പ്രസിഡന്റ് വയലേറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിലവിൽ ആരും ഇതുപോലെ ഒരു ഇന്ത്യൻ പ്രസിഡന്റും ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് കിട്ടിയിട്ടില്ല. ഓക്കെ, ശരി. അപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഈ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് ആരാ? ഓൾ MP. ഈ പറയുന്ന ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സിൽ പങ്കെടുക്കുന്നത് ഓൾ MPs, എല്ലാ MPസുമാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി MPs MLAs ഉണ്ട്. പക്ഷേ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ, ഇംപീച്ച് ചെയ്യാൻ MPകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ ഇലക്റ്റഡും ഉണ്ട്, നോമിനേറ്റഡും ഉണ്ട്. ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് MPസും MLAസുമാണ്. അതിൽ തന്നെ നോമിനേറ്റഡ് MPs പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല പ്രസിഡന്റിന്റെ ഇലക്ഷന്. പ്രസിഡന്റിന്റെ റിമൂവൽ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിൽ ആരാ പങ്കെടുക്കുന്നത്? MPs മാത്രമാണ് പങ്കെടുക്കുന്നത്, MLAs ഇല്ല. പക്ഷേ ആ MPകൾ നോമിനേറ്റഡ് MPs ഉണ്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ച് പഠിക്കുക. ശരി, ഇനി പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷൻ ലോക്സഭയിലോ രാജ്യസഭയിലോ വരാം. റെസൊല്യൂഷൻ ക്യാൻ അറൈസ് ഇൻ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓക്കെ, ഇനി ആ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത് 14 ഡേയ്സ് പ്രയർ നോട്ടീസ് വേണം. 14 ഡേയ്സ് മുന്നേ നോട്ടീസ് കൊടുക്കണം. പ്രയർ നോട്ടീസ് ടു പ്രസിഡന്റ്. ഈ നോട്ടീസ് കൊടുക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് ക്യാൻ ഡിഫെൻഡ് ഹിംസെൽഫ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ റെസൊല്യൂഷൻ ഷുഡ് ബി സൈൻഡ് ബൈ 1/4 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ഹൗസ്. 1/4 ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ഹൗസ് അത് സൈൻ ചെയ്യണം. ഓക്കെ, ഒരു റെസൊല്യൂഷൻ ലോക്സഭയിലോ രാജ്യസഭയിലോ വരാം. ലോക്സഭയിൽ രാജ്യസഭയിൽ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നതിന് 14 ദിവസം മുന്നേ പ്രസിഡന്റിനെ അറിയിക്കണം. പ്രസിഡന്റ് ആ സമയത്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. ആ റെസൊല്യൂഷൻ 1/4 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് സൈൻ ചെയ്യണം. 1/4 ആണ്, ശ്രദ്ധിക്കുക. 1/4 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് സൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ സൈൻ ചെയ്ത റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ഇത് വരുന്ന ഹൗസ്, ഫസ്റ്റ് ഹൗസ് should pass with 2/3 majority. അത് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയും. 2/3 മെജോറിറ്റി കൊണ്ട് പാസ്സാക്കണം. ഓക്കെ, പാസ്സായി കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഹൗസിലോട്ട് പോകും. സെക്കൻഡ് ഹൗസും വീണ്ടും 2/3 മെജോറിറ്റിയിൽ പാസ്സാകണം. മെജോറിറ്റി പാസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഈസ് ഇംപീച്ച്ഡ്. ഓക്കെ, അത് ഓർത്ത് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 61 ആണ്. റെസൊല്യൂഷൻ ക്യാൻ ബി ബ്രോട്ട് ഇൻ എയ്തർ ഹൗസ്, ലോക്സഭ ഓർ രാജ്യസഭ. 14 ദിവസത്തെ പ്രയർ നോട്ടീസ് വേണം. പ്രസിഡന്റ് ക്യാൻ ഡിഫെൻഡ് ഹിംസെൽഫ്, സൈൻഡ് ബൈ 1/4 ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. അതുപോലെ തന്നെ ഇത് പ്രൊസീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് ഫസ്റ്റ് ഹൗസ് 2/3 മെജോറിറ്റിയിൽ പാസ്സാകണം. അത് സെക്കൻഡ് ഹൗസിലോട്ട് വിടും. സെക്കൻഡ് ഹൗസിന് 2/3 മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഈസ് ഇംപീച്ച്ഡ്. ഇതാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ്. ഓക്കെ, ശരി. അപ്പോൾ 61. ഇനി നമ്മൾ പോകുന്നത് ഈ സെക്ഷനിലെ ലാസ്റ്റ് ആർട്ടിക്കിളാണ്, ആർട്ടിക്കിൾ 62. ആർട്ടിക്കിൾ 62 എലക്ഷൻ ടു ഫിൽ വേക്കൻസി. പ്രസിഡന്റിന്റെ ടേം കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. സപ്പോസ് പ്രസിഡന്റ് ടേം കംപ്ലീറ്റ് ആകാൻ പോകണം. അങ്ങനെ ടേം കംപ്ലീറ്റ് ആയി പ്രസിഡന്റ് ഇറങ്ങി പോകുന്നത് വരെ ആ സീറ്റ് വേക്കൻ്റ് ആയിടോ? ഇല്ല. ടേം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ elections are held before completion of the term.
ഓക്കെ, ഇലക്ഷൻസ് ആർ ഹെൽഡ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ടേം. അത് ഇഫ് വേക്കൻസി വരുന്ന ഒരു ഘട്ടമാണ്. ടേം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് വേക്കൻസി വരുന്നത്, അല്ലെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം. അടുത്തത്, സപ്പോസ് പ്രസിഡന്റ് പെട്ടെന്നൊരു ഡെത്ത് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് റിസൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാണ്, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആര് പ്രസിഡന്റ് ആയിട്ടിരിക്കും? ആക്ടിംഗ് പ്രസിഡന്റ് വരും. അപ്പോഴാണ് ആക്ടിംഗ് പ്രസിഡന്റ് വരുന്നത്, ആക്ടിംഗ് പ്രസിഡന്റ്. ഓക്കെ, ആർക്കൊക്കെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാം? വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാം, ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഇവർക്കെല്ലാം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാം. പക്ഷേ ഇവർക്കെല്ലാം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാലയളവ് വെറും 6 months മാത്രമേ ഉള്ളൂ, ഓക്കെ, സോ എലക്ഷൻ ടു ഫിൽ വേക്കൻസി എന്ന് പറയുന്നത് ടേം കംപ്ലീഷന് മുന്നേ ഈ വേക്കൻസി ഫിൽ ചെയ്യണം. ഡെത്ത്, റെസിഗ്നേഷൻ, റിമൂവൽ ആണെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റ് വരണം. വൈസ് പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ സുപ്രീം കോർട്ട് ജഡ്ജ് ക്യാൻ ബി ദ ആക്ടിംഗ് പ്രസിഡന്റ് and for a maximum period of 6 months. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആദ്യത്തെ ഭാഗത്തിലെ ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആർട്ടിക്കിൾ 52 പഠിച്ചു, ആർട്ടിക്കിൾ 52 പഠിച്ചു. ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണെന്ന്, യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആണെന്ന് പഠിച്ചു. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൽ വെസ്റ്റ് വിത്ത് ദ പ്രസിഡന്റ് എന്ന ആർട്ടിക്കിൾ 53. ഓക്കെ, ഇനി 54 എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് പഠിച്ചു, 55 മാനർ ഓഫ് ഇലക്ഷൻ പഠിച്ചു, ഇനി 56 ടേം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, 57 റീ എലക്ഷൻ, 58 ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ്, 59 കണ്ടീഷൻസ് ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, 60 ഓത്ത് ഓഫ് അഫർമേഷൻ, 61 ഇംപീച്ച്മെന്റ് ആൻഡ് 61. ഓക്കെ, 62 എന്ന് പറയുന്നത് ടൈം ഓഫ് ഹോൾഡിംഗ് ഇലക്ഷൻ ടു ഫിൽ വേക്കൻസി. ഓക്കെ, ശരി, നമുക്കിവിടെ ഒരു കാര്യം ഓർത്തു വെക്കാം. 52, 54, 56. 52, 54, 56. 52 എന്ന് പറയുന്നത് എന്താ? പ്രസിഡന്റ് അല്ലേ, പ്രസിഡന്റ്. 54 എന്ന് പറയുന്നത് എന്താ? തിരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓർ തിരഞ്ഞെടുപ്പ്. 56 എന്ന് പറയുന്നത് എന്താ? ടേം ഓഫ് ഓഫീസ്, കാലം, ടേം ഓഫ് ഓഫീസ് ഓർ കാലാവധി. ഓക്കെ, കാലാവധി, അതാണ് 52, 54, 56. ഓക്കെ, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, പ്രതികാരം എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ 52, 54, 56 കിട്ടും. 52 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, ടി ഫോർ തിരഞ്ഞെടുപ്പ്, 54 കാലാവധി, പ്രതികാരം, കാലാവധി 56. അതൊരു കോഡ് പോലെ ഓർത്തു വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ ക്ലാസ്സിന്റെ എൻഡിൽ ആർട്ടിക്കിൾ 123 എന്താണെന്ന് എഴുതി വെക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, സോ ആർട്ടിക്കിൾ 123 കമന്റ് ചെയ്യുക. സോ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ഭാഗം തീർന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വൈസ് പ്രസിഡന്റ് ഇതിന്റെ 2ാം ഭാഗം കേൾക്കാം. ഓക്കെ, താങ്ക് യു.